ലോക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് CITU, AITUC, INTUC സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മെയ് ദിന റാലികൾ. ഓട്ടോ തൊഴിലാളികളും ആംബുലൻസ് തൊഴിലാളികളും അടക്കം നിരവധി പേർ റാലികളിൽ പങ്കെടുത്തു. CITU നടത്തിയ റാലിയിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്തു. INTUC റാലി KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാണെങ്കിലും മെയ് ദിനം അവർ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ മെയ് ദിനം ആഘോഷിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കൊല്ലത്തും ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. INTUCയുടെ നേതൃത്വത്തിൽ താമരക്കുളത്തു നിന്നും ആരംഭിച്ച റാലി ചിന്നക്കട ക്ലോക്ക് ടവറിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. CITU, AITUC സംഘടനകൾ നടത്തിയ റാലി റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച് ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഈ മാതൃക ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ സാധാരണക്കാരന് കൊടുക്കുവാൻ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളിലുള്ള വരുമാനത്തിന്റെ 10-1, 5-1 മാത്രം വരുമാനം ദേശീയ ശരാശരിയുള്ള ഒരു പ്രദേശത്ത് നമുക്ക് ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട മുതലാളിത്ത രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം സജീവമായതുകൊണ്ടാണ്. എറണാകുളത്തും വിവിധയിടങ്ങളിൽ മെയ് ദിനാചരണം നടന്നു. കണ്ണൂർ കൂത്തുപറമ്പിൽ CITU, AITUC പ്രവർത്തകർ നടത്തിയ മെയ് ദിന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റാലി ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.